ഹായ് എവരിവൺ, എല്ലാവർക്കും ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ പ്രാവശ്യം എല്ലാവരും പറയുന്ന എക്സ്ട്രാ മാരിഡ് അഫെയർ എങ്ങനെ ഒരു ബാധിക്കുന്നു, അതിൽ നിന്നൊരു മോചനം ഉണ്ടാകും. അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. 2-3 പ്രാവശ്യം ഓരോരുത്തർ മെസ്സേജ് ഇടുന്നു. ഷഫിൾ ചെയ്ത് വെച്ച കാർഡാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇത് ബോട്ടം വന്നിട്ടുള്ളത് ഒരു ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അവരെല്ലാ പ്രതിബന്ധങ്ങളും വെട്ടിമാറ്റി നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് സ്ത്രീ ആയാലും സ്ത്രീ ആണെങ്കിൽ അവരുടെ പേഴ്സണൽ ആലോചിക്കുക, പുരുഷനാണെങ്കിൽ അവരുടെ പേഴ്സണൽ, എന്തെങ്കിലും ഇത് റീഡിങ് മനസ്സിലാവുകയുള്ളൂ. ഒരു 2 of Wands എനർജി വന്നിട്ടുണ്ട്. 2 of Wands എനർജി പറഞ്ഞാൽ ഇവർ മാനസികമായി നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാലും അവർക്ക് ഒരു പ്രതീക്ഷ, അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. കുറേ കാലം കഴിഞ്ഞിട്ടായാലും ചെല്ലുമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് അവർ. നിങ്ങൾക്ക് അവരെ വിട്ടിട്ട് പോകാൻ പറ്റില്ലെന്ന് അവർക്ക് അറിയാം. ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാനും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയതാണെന്നുള്ളൂ. ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സ്നേഹമാണ് കാണുന്നത്. നിങ്ങളുമായുള്ള ബന്ധം നിലനിർത്തി പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അതിനുള്ള താല്പര്യമുണ്ട്. ഈ നിങ്ങളുമായിട്ട് ഒരു ജീവിതം പിന്തുടർന്ന് പോകണമെന്ന് അവർ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളൊരു ജെന്യുനായ പേഴ്സണാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കാൻ കഴിയുന്നതായും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു 2 of Cups എനർജി വന്നിട്ടുണ്ട്. അവർക്ക് നിങ്ങളൊരു അൺകണ്ടീഷണൽ ലവ് ആണുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ വിട്ടു പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഏത് രീതിയിലും അവർ നിങ്ങളിലേക്ക് ഒരു സ്നേഹവുമായി വരുന്നുള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ ബന്ധം രണ്ടാമതും ഉറപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു 10 of Cups എനർജി വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു ഫാമിലി, ഇതൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഫാമിലി വേണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ലെസ് കോൺടാക്ട് സിറ്റുവേഷനൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ടോട്ടലി ബ്രേക്കപ്പ് അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഒരു കോളോ മെസ്സേജോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 4 of Swords എനർജി വന്നിട്ടുണ്ട്. അവർ ഒരു ആക്ഷനും എടുക്കാതെ വെറുതെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും 2 വഴിക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്തിപ്പോൾ പശ്ചാത്താപമാണുള്ളത്. അവർ കുറ്റബോധത്താൽ നീറുകയാണ്. അവർക്കിപ്പോൾ മാനസികമായി തളർന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളെ ചതിച്ച് മുന്നോട്ട് അവർക്ക് കർമ്മ ലഭിക്കേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. ചുറ്റുപാട് അവരുടെ കുടുംബത്തിൽ എല്ലാ സ്ഥലത്തും സന്തോഷങ്ങളും എല്ലാം ഉണ്ട് കുടുംബത്തിൽ. പക്ഷേ ഇവർക്ക് അതിലൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ സന്തോഷം മനസ്സിൽ മുഴുവൻ നിങ്ങളെ ഓർത്തിട്ടുള്ള വേദനയാൽ അവർ നീറുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 9 of Swords എനർജി ഉണ്ട്. ഈ വ്യക്തിക്ക് ഒരു ചാൻസ് കൂടെ കിട്ടുമോ എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമോ, ഇതൊക്കെയാണ് ഈ വ്യക്തി ആലോചിച്ചിരിക്കുന്നത്. അവർക്ക് ഉറക്കം വരെ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റിരിക്കുക, ആരോടൊന്നും മിണ്ടാൻ കഴിയുന്നില്ല, ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. എല്ലാ പ്രാവശ്യവും തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിരുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ വളരെ സ്ട്രബോണായ എനർജി വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്ന് പറയുന്നത് ഇത് സ്ത്രീകൾ അവരവരുടെ പേഴ്സണെ ആലോചിച്ചിട്ടാണ് വീഡിയോ കാണേണ്ടത്.
അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യും, സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരിക്കും. ഇതെല്ലാം ആലോചിച്ച് ആ വ്യക്തി വളരെ സങ്കടത്തിലാണ്. അവരുടെ ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ക്യൂനോസോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. ഇതൊരു ഒന്നുകിൽ സ്ത്രീ ആകാൻ സാധ്യതയുണ്ട്, പുരുഷനാവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവർക്ക് നല്ല ബുദ്ധിശക്തിയും സാമർഥ്യവും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരാളാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. വളരെ സ്ട്രിക്റ്റാണ്, ആരോടും ഒരു അഡ്ജസ്റ്റ് ചെയ്യില്ല, അവർക്ക് അവരുടെ ഇഷ്ടങ്ങളായിരിക്കും അവർ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് തീരെ അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. അവരുടെ പ്രതീക്ഷക്കൊത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് എന്നൊക്കെ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് വിഷമമാണ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഇവരിൽ നിന്ന് ഒന്ന് പറയാനോ വിളിക്കാനോ മറയ്ക്കാനോ ഒന്നും കഴിയുന്നില്ല. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്നൊന്ന് കര കയറിപ്പോരണം എന്നുള്ള ചിന്തയാണ് ഇവർക്കുള്ളത്. 3 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായി നടത്തിയ ഒരുപാട് അവരും നിങ്ങളും കൂടെ നടത്തിയ പല കാര്യങ്ങളും എന്തായത് നിങ്ങൾക്കാണ് അറിയാം. ആ കാര്യങ്ങളിലൊക്കെ ആ പേഴ്സൺ സന്തോഷിച്ചിരുന്നതായി നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഒരു 5 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. നഷ്ടബോധമാണ്, ഡിപ്രഷനാണ്. നഷ്ടപ്പെട്ടതെല്ലാം എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ടെൻഷനിലാണ്. ഇപ്പോൾ വളരെ സൗഹൃദത്തിലുള്ള കൂട്ടുകാരെല്ലാവരും ഒറ്റപ്പെടുത്തിയ, പണവും ഇല്ല, ഒന്നുമില്ല, സമ്പാദ്യവും ഇല്ല, ആരുമില്ല, കുടുംബങ്ങളും ഇല്ല, കൂട്ടുകാരും ഇല്ല, പ്രണയവും നഷ്ടപ്പെട്ട്. എന്തുകൊണ്ട് നഷ്ടം മാത്രമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. നഷ്ടത്തിൻ്റെ കണക്കാണ് കൂടുതൽ ഇവർക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വിഷമങ്ങൾ ദൈവം കേൾക്കാതിരിക്കില്ല. അത്രയും ഒരു വിഷമം പിടിച്ച ഒരവസ്ഥയിലാണിപ്പോൾ ഉള്ളത്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് അവർക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത ഒരു നിഗൂഢത നിറഞ്ഞൊരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. പിന്നെ ഡെത്ത് കാർഡ് വന്നത് എന്താണെന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഡെത്ത് കാർഡ് വന്നത്? ഫുൾ കാർഡാണ് അതിന് പകരം വന്നത്. ഒരു ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ പ്രതീക്ഷയാണ്, പുതിയ തുടക്കമാണ്. നടക്കുമോ ഇല്ലയോ എന്ന് വിചാരിച്ച കാര്യം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു പുതിയ തീരുമാനം ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത്. യൂണിവേഴ്സിനെ വിശ്വസിക്കുക, ഇതുമായി മുന്നോട്ട് പോവുക. ഞാൻ ചെയ്യുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. പേഴ്സണൽ റീഡിംഗ് എടുക്കാനുള്ള സമയം എനിക്കില്ല. പിന്നെ റീഡിങ്ങിൽ പേഴ്സൺ അല്ലെങ്കിൽ വ്യക്തി എന്നല്ല ഉദ്ദേശിക്കുക. സ്ത്രീ ആയാലും പുരുഷനായാലും അവർ സ്നേഹിക്കുന്ന ആ ആളെയാണ്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ വീഡിയോ കാണുന്നവർ ആരായാലും, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും വീഡിയോ കാണുന്ന ആരായാലും അവരുടെ പേഴ്സണെയാണ് ചിന്തിക്കേണ്ടത്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആ തേർഡ് പാർട്ടി അവർക്ക് ആരാണോ അല്ല എന്താണോ ആ തേർഡ് പാർട്ടി അവർക്ക് തടസ്സമായി നിൽക്കുന്നത്, അതാണ് തേർഡ് പാർട്ടി. നിങ്ങളുടെ കാര്യം നോക്കുമെന്ന് പറയുമ്പോൾ അത് നിങ്ങളെക്കുറിച്ച് ഓർക്കുക. അപ്പോൾ അത് സ്ത്രീകളെക്കുറിച്ചാണ് അല്ലെങ്കിൽ പുരുഷനെക്കുറിച്ചാണെന്ന് ചിന്തിക്കാതെ ഇത് കാണുന്ന ആ വ്യക്തി, കാണുന്നവർ ആ വ്യക്തിയായിട്ടാണ് ഇത് കാണേണ്ടത്. അതുകൊണ്ട് അവരുടെ വിഷമങ്ങൾ ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ അത് മനസ്സിലാക്കി കാണാൻ ശ്രമിക്കുക.
സ്ത്രീ ആയാലും പുരുഷനായാലും സ്നേഹത്തിനൊരർത്ഥം മാത്രമേ ഉള്ളൂ. സ്ത്രീക്ക് വേറെ സ്നേഹം, പുരുഷന് വേറെ സ്നേഹം, അങ്ങനെയൊന്നുമില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു.